ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ദർ ഇസ് ദ ചിക്കൻ. ചുച്ചു, നിനക്ക് പുട്ട് ഇഷ്ടമാണോ അല്ലയോ? കണ്ട, ആരാ നമ്മുടെ വീട്ടിൽ പുട്ട് കഴിക്കാത്തത്? പറയും. ഹേസൽ പുട്ട് ഉണ്ടാക്കിയാൽ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചുച്ചുക്കൊക്കെ മറ്റേ പഴമാണ്, ഈ പഴമാണ്, ആ പഴമാണ് പറയും. ഞാൻ ഈ പഴങ്ങൾക്കൊക്കെ എവിടെ പോകണം. പക്ഷേ ഇന്ന് നമ്മൾ പുട്ടാണ് ഗൈസ്. ഹേസനക്ക് പുട്ട് ഇഷ്ടമാണോ അല്ലയോ ചോദിക്കാവാ. ഹേസന്റെ അടുത്ത് പോയിട്ട് പുട്ട് ഇഷ്ടമാണോ ചോദിച്ചിട്ടോ മുടി പേടിയിലാണ് ഞാൻ. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടാവില്ല, സൗദിയിലായിരിക്കും, മക്കയിലായിരിക്കും. അപ്പോൾ പോണതിന് മുമ്പ് നമുക്ക് എല്ലാവരെയും പോലെ നമുക്ക് അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ, തിരിച്ച് വന്നാലും ജീവിക്കണമല്ലോ. അപ്പോൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ അർജൻറ്റായിട്ട് ചെയ്യാനുണ്ടായിരുന്നു. പോണേൻ്റെ തലേ ദിവസം നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്തതും കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. മനസ്സിൽ നല്ല ടെൻഷനും ബേജാറും ഒക്കെ ഉണ്ട്. സമയത്തിനെല്ലാം ആവോ, സാധനങ്ങളൊന്നും ശരിക്കും പാക്ക് ചെയ്തിട്ടില്ല, പിന്നെ മക്കളെ വിട്ടിട്ട് പോണതിൻ്റെ ആ ഒരു സങ്കടം, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറേ വീഡിയോസ് പെൻഡിങ് ഉള്ളത്, കുറേ ആൾക്കാരുടെ പെൻഡിങ്ങുള്ള വീഡിയോസൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ ബേജാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ അവസാനം ആകുമ്പോഴേക്കും എല്ലാം റെഡിയാവും. ഇനി എന്തെങ്കിലും ഇല്ലെങ്കിലും അവിടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഒക്കെ കൊണ്ടായിരിക്കാം. രാത്രിയൊക്കെ ഫുള്ളായിട്ട് എഡിറ്റിങ് കാര്യങ്ങളായിരിക്കും, പകൽ ഫുള്ളായിട്ട് ഷൂട്ട് കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ ദിവസമായിരുന്നു. സോ നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. ഞാൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. സോ മക്കയിലായിരിക്കും. ഇൻഷാ അല്ലാഹ് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞ, ഇതിൽ കമൻ്റ് ഇട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് അവരുടെ ഹലാലായിട്ടുള്ള എല്ലാ മുറാദുകളും പടച്ചോൻ കബൂലാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ഞാനും അവിടെ ഇരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും കേട്ടോ. വേണ്ട, ചന്തം വേണ്ട. അവിടെ വേണ്ടടാ, അതിപ്പോൾ ആവശ്യമില്ലടാ സ്വപ്നം. ഇതെന്താണ്? വായിക്കട്ടെ നീങ്ങ. ബൈ യുവർ ലക്ഷത്തിലൊന്നാണ്. യു ആർ 1 in lakhs. ബ്രദർ, യു ആർ 1 in lakhs. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു സ്റ്റോറി വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പണി ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയിട്ടോ. നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്നാൽ ഞാനിരുന്ന് ഹിജാബൊക്കെ ചോദിക്കാറില്ലേ, അതുപോലത്തെ സാധനങ്ങൾ കുറച്ച് കാണിച്ചു തരാം. ഇൻസ്റ്റഗ്രാം പേജ് മാത്രമല്ല, എൻ്റെ ഒരു അടുത്ത ഒരു സുഹൃത്തും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ പേജിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഹിജാബ് നിങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് വാങ്ങാൻ വരിയിലുണ്ട് കേട്ടോ. ഇത് സെയിൽ ചെയ്യുന്നത് എനിക്ക് അറിയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അവളും പാവം 2 മക്കളും ഒറ്റയ്ക്ക് ആ മക്കളെയും നോക്കിയിട്ട് ജീവിക്കുകയാണ്. കുറേ ദിവസമായി ഞാൻ ഈ സാധനം വാങ്ങിയിട്ട്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഉംറക്ക് കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ആ ഒരു പാക്കിങ്ങിലുണ്ടായിരുന്നു. എനിക്ക് കൊണ്ടുപോകാൻ സെറ്റ് സാധനം, നല്ല സാധനമുണ്ട്. ഉംറ ഷ്രഗ്, ഷോൾഡർ സ്ലീവ് ഷ്രഗ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു ഫുൾ ഇന്നർ ഇട്ട ബുദ്ധിമുട്ടും ആവൂല, സ്ലീവും ആയി. നമുക്ക് ചില ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും, ഇത് ഉള്ളിലിട്ട് കഴിഞ്ഞാൽ സ്ലീവായി ഫുള്ള്. കഴുത്തും കാണൂല, പക്ഷെ ഇവിടെ കിടക്കാറാവും. സ്കാർഫിൽ കുത്താനുള്ള ക്ലിപ്സ്, പിന്നെ ബീഡ്സ് ഇല്ല, കഷ്ടപ്പെടായിരുന്നു പൈസ കൊണ്ടുപോകാൻ എല്ലാവരും വെറുതെ നല്ലത് എഴുതി വെച്ചിട്ടുണ്ട്. ഹിജാബ് ഇത് കാണിക്കാം. മിനി സീരീസ്, നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇടാനുള്ള സാധനം. ചുച്ചോ അയ്യോ, എന്ത് നല്ല മെറ്റീരിയലാണെന്നറിയാമോ? ഒരെണ്ണമുള്ളൂ, 2 ഉണ്ടായിരുന്നല്ലോ. സാധാരണ ഞാൻ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോ ഇടും. പക്ഷേ ഇതെന്താണെന്നറിയില്ല, എനിക്ക് ഇടാൻ തോന്നിയില്ല. കാരണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ഉംറക്ക് പോകുന്ന സമയത്ത് എനിക്ക് പിന്നെ ഉപയോഗിക്കാൻ വേറെ വാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും. ഇത് പിന്നെ നേരത്തെ വാങ്ങി വെച്ചതുകൊണ്ട് എനിക്ക് ഈ സമയത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച പോലെ തോന്നിയിട്ടോ. ചുച്ചുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു സ്കാർഫ് ആൾക്ക് കൊടുത്ത സമയത്ത്. നല്ല കളറല്ലേ?
മാത്രം നല്ല വെളിച്ചമുള്ളതാണ്. ഓ നല്ല കവറേജ്. അത് ഓർഡർ കൊടുത്തോട്ടാ, അടിപൊളി സാധനമാണ്. മ്യാവ് മ്യാവ്. പിന്നില്ലേ ആ ഒരു ഹിജാബിൻ്റെ അവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഇതിടും എന്നുള്ളത്. അവൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ, അവൾക്ക് നല്ല വരുമാനങ്ങൾ ഉണ്ടായിക്കോട്ടെ, അവളുടെ മക്കളെ നല്ല രീതിക്ക് നോക്കാനും പറ്റട്ടെ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലത്തെ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ആളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ കാണുന്ന സമയത്ത് സന്തോഷമായാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് 2 സവാള അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നില്ലേ നമ്മുടെ കഴിഞ്ഞ ഓൺലൈൻ ട്യൂഷൻ്റെ വീഡിയോയ്ക്ക് ശേഷം 1000-ലധികം വിദ്യാർത്ഥികൾ ആൽബ ലേണിംഗ് ഓൺലൈൻ ട്യൂഷൻ്റെ ബഡ്ജറ്റ് പാക്കേജില്ലേ അതിലേക്ക് അഡ്മിഷൻ നേടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം പ്രതീക്ഷയിലും കൂടുതൽ അന്വേഷണങ്ങളും അഡ്മിഷനൊക്കെ അവർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ പലർക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാതെ വന്നിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് വീണ്ടും മെസ്സേജ് അയച്ചാൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. കൂടുതൽ രക്ഷിതാക്കളുടെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചിട്ട് ബഡ്ജറ്റ് പാക്കേജിൽ ുള്ള അഡ്മിഷൻ വീണ്ടും പരിമിത സീറ്റുകളോടെ തുറന്നിട്ടുണ്ട്. അവർ ആൽബ ലേണിംഗ് 1 സ്റ്റുഡൻറ്റ് 1 ടീച്ചർ എന്ന് പറഞ്ഞതാണ്. ഓരോ കുട്ടിയുടെയും പഠന നിലവാരം മനസ്സിലാക്കി വ്യക്തിഗത ശ്രദ്ധയോടെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതാണ്. KG മുതൽ +2 വരെ സ്റ്റേറ്റ്, CBSE, ICSE എല്ലാ സിലബസുകളിലും ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഗൾഫ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പാക്കേജൊക്കെ കൊടുക്കുന്നുണ്ട്. പരിചയസമ്പന്നരായ അധ്യാപകരും കൂടിയാണ് കേട്ടോ. ഫ്രീ ഡെമോ ക്ലാസ്സും ഉണ്ട്. അതുപോലെ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മലയാളം, മാത്സ്, സയൻസ് ഉൾപ്പെടെയുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് വ്യക്തിഗത ശ്രദ്ധയോടെ താങ്ങാനാവുന്ന ഫീസിൽ മികച്ച ഓൺലൈൻ പഠനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. താഴെയുള്ള വാട്സാപ്പ് ലിങ്കിൽ കുട്ടിയുടെ പേരും ക്ലാസ്സും അയച്ച് സിലു ടോക്ക് എന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഒരു 500 സീറ്റുകൾ കൂടി പുതിയതായി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജിൽ അഡ്മിഷൻ ലഭിക്കാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് എന്താ ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിക്കണം. നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ നല്ല ചിരിച്ച ഫേസോടെ വീഡിയോ ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനത്തെ ക്ലിപ്സൊക്കെ അങ്ങനെ നമ്മൾ നല്ല ചിരിച്ച ഫേസിൽ അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. ചിലർ ചോദിക്കുന്നുണ്ട് വീട്ടിലിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഒരുങ്ങിയിട്ടാണോ നിങ്ങൾ കുക്ക് ചെയ്യണത് എന്നുള്ളത്. ആക്ച്വലി വീട്ടിൽ നമ്മൾ മാത്രം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒരുങ്ങിയിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊക്കെ പോലെ തന്നെയായിരിക്കും ഞാനും. ബട്ട് നമ്മളൊരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ 100, 200 അല്ലെങ്കിൽ 1000 ആൾക്കാരൊക്കെ ഉള്ള കല്യാണത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് ഡീസൻ്റായിട്ടല്ലേ പോവുക. അപ്പോൾ അതേപോലെ ഞാൻ വീട്ടിൽ നിന്നാണ് കുക്ക് ചെയ്യണമെങ്കിലും നമ്മുടെ ജോലി ഇതായതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ കാണുന്നതുകൊണ്ട് കുറച്ച് ഡീസൻ്റായിട്ടൊക്കെ വരുന്നതല്ലേ നല്ലത്. പിന്നെ അതേ നമ്മുടെ പുട്ടുപൊടി നനച്ച് വെച്ചത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പുട്ടും കുറ്റിയിലേക്ക് ഇങ്ങനെ ഭംഗിയിൽ സ്റ്റൈലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇവളിങ്ങനെ സ്ലോ മോഷനിൽ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ ഷോർട്സിലേക്കൊക്കെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് വലിയൊരു സംഭവമൊന്നുമല്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് രാത്രി സമയങ്ങളിലായിരിക്കും ഇപ്പോൾ കൂടുതൽ എഡിറ്റിങ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എൻ്റെ ഫേസ് കണ്ടാൽ ചിലർക്കെങ്കിലും മനസ്സിലായി. എൻ്റെ കണ്ണിൻ്റെ ആ ഒരു പ്രോബ്ലം കുറേശ്ശെയൊക്കെ മാറിയിട്ടുണ്ട്. അത് മാറാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ആ ഒരു ഉറക്കം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വന്നതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. അതിൻ്റേതാണോ ദുആൻ്റേതാണോ അത് ഓപ്പറേഷൻ ഇല്ലാതെ ആ ഒരു വലിയ ഈ 2 കണ്ണിലുള്ള ഒരു സംഭവം നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായി. ഞാൻ തന്നെ പെട്ടെന്നാണ് ശ്രദ്ധിച്ചത്. പക്ഷേ കുറച്ച് കരഞ്ഞാലൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ വീണ്ടും രാത്രി എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങേണ്ടി വന്നിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞ ഭയങ്കര ടെൻഷൻ എന്നുള്ള സംഭവം. ഉംറയ്ക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സ് ഫുള്ളായിട്ട് ബ്ലാങ്കായി വെച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടും എന്നുള്ളത്. പക്ഷെ വലിയൊരു എന്താ പറയുക ഭാരം എൻ്റെ തലയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പോണത്. ഒന്നല്ല കുറേ ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ആ ഒരു പൈസ കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ താമസിക്കുന്ന ആ വീടിൻ്റെ ഞാൻ ഉംറയ്ക്ക് പോയിട്ട് വന്ന് ഒരു 10, 20, 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പൈസ ഒക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം.
പക്ഷേ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മുൻപോട്ട് പോയില്ല. ഞാൻ പിന്നെ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും ഇട്ടില്ല. ബിസിനസ്സും കാര്യങ്ങളും ഞാനൊന്നും ചെയ്തില്ല. അതിൻ്റേതായിട്ടുള്ള കുറേ പ്രയാസങ്ങളും കുറേ ബുദ്ധിമുട്ടുകളും എൻ്റെ ഭാഗത്ത് എനിക്ക് ഉണ്ടായി. അതിനെ പ്രമാണിച്ച് ഞാൻ മൊത്തത്തിലാകെ എൻ്റെ എന്താ പറയുക കാൽക്കുലേഷൻസൊക്കെ തെറ്റി. അപ്പോൾ അതിൻ്റെ കുറേ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും എന്നാണല്ലോ പഠിച്ചോൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പഠിച്ചോൻ തന്ന വാക്ക് പഠിച്ചോൻ പാലിക്കും എന്നുള്ള പോലെ ഞാൻ പഠിച്ചോനിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ചിട്ടാണ് പഠിച്ചോൻ്റെ ആ ഭവനത്തിലേക്ക് പോകുന്നത്. സോ റബ്ബ് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് എല്ലാറ്റിനും നല്ലൊരു എന്താ പറയുക സമാധാനമുള്ള ഒരു ലൈഫ് തരുമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളീ കാണുന്ന സമയത്ത് ഹറമിൽ മക്കയിലിരിക്കുന്നത്. നിങ്ങളുടെ ദുആയിലും കൂടെ ഉൾപ്പെടുത്തുക. മക്കളുടെ കൂടെ അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആരോഗ്യത്തോടു കൂടെ കുറച്ചു കാലം അവരൊന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ നമുക്കവരെ സംരക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അതിനും വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ ഇടയിലും ഒരുപാട് പേര് പല രീതിയിലും പല ടൈപ്പിലും മോശമായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഭൂമിയിൽ എത്രയോ മോശമായിട്ടുള്ള നടക്കുന്ന ആൾക്കാരൊക്കെ ഇല്ല. അവരൊക്കെ വിട്ടിട്ട് നമ്മളെന്തോ രാജ്യദ്രോഹ കുറ്റം ചെയ്ത പോലെ ഞാൻ ജസ്റ്റ് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്നിട്ടും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു സത്യം പറയട്ടെ, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറേ ഫേസസ് ഒരുപാട് പേരുടെ ഉണ്ടാവും. ചിലർക്കെങ്കിലും ഞാനൊരു അഹങ്കാരിയും അങ്ങനെ ആയിട്ടൊക്കെ തോന്നാം. കാരണം ഏതൊരു സിറ്റുവേഷനിലും ഞാൻ ചിരിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ദുഃഖത്തിൽ അവൾ അല്ലെങ്കിൽ അവളുടെ വിഷമത്തിൽ അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസ് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാത്ത സ്ത്രീകളെ കാണുന്ന സമയത്ത് ഇവർ ഒരു മുദ്ര കുത്തും, അവൾ അഹങ്കാരിയാണ്, അവൾ എന്താ ധാർഷ്ട്യമുള്ളവളാണ് എന്ന രീതിയിൽ. പക്ഷെ അങ്ങനെയൊന്നല്ല. ആ ഒരു ചിരിച്ച ഫേസ് എന്ന് പറയുന്നത് ഉള്ളിൽ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് വേദനകളുടെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേസിൽ വരുത്തിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആ ഒരു ചിരി എന്ന് പറയുന്നത്. സോ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഞാൻ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ചില സമയങ്ങളിൽ നമ്മുടെ കൺട്രോൾ പോവും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കേ അറിയുള്ളൂ അതിൻ്റെ ഒരു പ്രയാസം. ഉറങ്ങാൻ കൊതിക്കുന്ന സമയത്ത് ഉറക്കം വന്നിട്ടും ഉറങ്ങാൻ പറ്റാതെ നമ്മൾ പണിയെടുക്കുന്ന ആ ഒരു വേദനയൊക്കെ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തു പോകും. സോ സോറി ഗൈസ്.